എല്ലാവർക്കും എക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇന്ന് രാവിലെ ഒരു ആശ്വാസ വാർത്ത വന്നിട്ടുണ്ട്. 2026 മാർച്ച് 2 ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഏകദേശം 1,24,520 രൂപയാണ് നിരക്ക് വരുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പവന് ഏകദേശം 2,400 രൂപയുടെ കുറവ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 14,810 രൂപയ്ക്കാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് രാവിലെയുള്ള അപ്ഡേറ്റ് ആണ്. ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ വിപണിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇറാനെതിരെ ഇസ്രായേൽ US ആക്രമണങ്ങൾ തുടരുകയാണ്. ഇത്തരം യുദ്ധ സാഹചര്യങ്ങളിൽ സ്വർണ്ണവില ഏത് നിമിഷവും മാറി മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ പോകുന്നവർ കടകളിൽ വിളിച്ചോ ഓൺലൈൻ വഴിയോ പുതിയ റേറ്റ് ഒന്നുകൂടി ഉറപ്പുവരുത്തണം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത്? ഇത് വെറും ഒരു തുടക്കം മാത്രമാണോ, അതോ വില ഇനിയും കുറയുമോ? നമുക്ക് ഇതിന്റെ പല വശങ്ങൾ ഒന്ന് പരിശോധിക്കാം. പ്രധാനമായും 3 കാരണങ്ങളാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ ഈ ചെറിയ ഇടിവുണ്ടാകാൻ കാരണമായത്. ഇതിൽ ഒന്നാമത്തേത് അമേരിക്കൻ ഡോളറിന്റെ കരുത്താണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളർ ശക്തിപ്പെടുമ്പോൾ സാധാരണയായി സ്വർണ്ണവില താഴേക്ക് വരാറുണ്ട്. നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ നിന്ന് പണം പിൻവലിച്ച് ഡോളറിലേക്ക് മാറ്റാൻ തുടങ്ങുന്നതാണ് ഇതിന് കാരണം. രണ്ടാമത്തെ കാര്യം വരാനിരിക്കുന്ന പലിശ നിരക്കുകളിലെ മാറ്റമാണ്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് വരും മാസങ്ങളിൽ പലിശ നിരക്കുകളിൽ എന്ത് തീരുമാനം എടുക്കും എന്നതിനെ ആശ്രയിച്ചാണ് സ്വർണത്തിന്റെ ഭാവി ഇരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സ്വർണം അതിന്റെ സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയായിരുന്നു. വലിയ നിക്ഷേപകർ ഈ സമയത്ത് തങ്ങളുടെ ലാഭം എടുത്ത് സ്വർണം വിറ്റഴിക്കാൻ ശ്രമിക്കും. വിപണിയിൽ പെട്ടെന്ന് സ്വർണത്തിന്റെ വിതരണം കൂടുമ്പോൾ സ്വാഭാവികമായും വിലയിൽ ചെറിയൊരു കുറവ് അനുഭവപ്പെടാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും ഇപ്പോഴും പൂർണ്ണമായും മാറിയിട്ടില്ല. മധ്യേഷ്യയിലെ പ്രശ്നങ്ങളും പശ്ചിമേഷ്യയിലെ അസ്വസ്ഥതകളും സ്വർണ്ണവിലയെ ഏത് നിമിഷവും മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്ന ഈ വിലക്കുറവ് എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്കും കഴിയില്ല. ഇനി സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരുടെ കാര്യം എടുത്താൽ വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങേണ്ടവർക്ക് ഇതൊരു നല്ല അവസരമാണ്. പവൻ വില 1.5 ലക്ഷത്തിലേക്ക് കുതിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് ഈ 2,400 രൂപയുടെ കുറവ് വലിയൊരു ആശ്വാസം തന്നെയാണ്. എങ്കിലും മുഴുവൻ സ്വർണവും ഒന്നിച്ചു വാങ്ങുന്നതിന് പകരം ചെറിയ അളവിൽ വാങ്ങി തുടങ്ങുന്നതാണ് എപ്പോഴും ബുദ്ധി. കാരണം വിപണിയിലെ മാറ്റങ്ങൾ അപ്രവചനീയമാണ്. നിക്ഷേപകർക്ക് മറ്റൊരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ സ്വർണം വാങ്ങുന്നത് ആഭരണങ്ങളായല്ല, മറിച്ചൊരു നിക്ഷേപമായാണെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് ETF-കൾ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ 2026 പുതിയ ബജറ്റ് പ്രകാരം ചില നികുതി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒറിജിനൽ സബ്സ്ക്രൈബർമാർക്ക് മാത്രമേ ഇനി ടാക്സ് ഫ്രീ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി ലഭിക്കൂ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ഇത്തരം ബോണ്ടുകൾ വാങ്ങുമ്പോൾ അക്കാര്യം കൂടി ശ്രദ്ധിക്കണം. കൂടാതെ സ്വർണ്ണ പണയ വായ്പകളുടെ കാര്യത്തിലും RBI ചില കർശന നിയന്ത്രണങ്ങൾ 2026 കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർണത്തിന്റെ മൂല്യവും വായ്പയും തമ്മിലുള്ള അനുപാതം കൃത്യമായി പാലിക്കണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്. ഇത് സ്വർണ്ണ വിപണിയിലെ സുതാര്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വർണ്ണവിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ കറക്ഷൻ മാത്രമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ സ്വർണം എപ്പോഴും മികച്ചൊരു നിക്ഷേപം തന്നെയാണ്. പക്ഷെ വാങ്ങുന്നതിന് മുൻപ് വിപണിയിലെ ചലനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക. സ്വർണ്ണവിലയിലെ ഓരോ മാറ്റങ്ങളും അപ്പോൾ അറിയാൻ ഇക്കണോമിക് ടൈംസ് മലയാളം ഫോളോ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ മറ്റു ഓഹരി വിപണികളിലോ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠനം നടത്തുകയോ ഒരു സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. നന്ദി.